നിർമ്മാണ കമ്പനികളുടെ പോസിറ്റീവ് ചിന്തകളുടെ ഭാഗമായി കോർപ്പറേറ്റ് കമ്പനികളാണ് തമിഴിൽ മിക്ക ചിത്രങ്ങളും നിർമ്മിക്കുന്നത്. ഒന്നിൽ കൂടുതൽ നിർമ്മാതാക്കൾ അടങ്ങുന്ന ഈ സംരംഭകരുടെ കൈകളിലാണ് മലയാളത്തിലെ മുതിർന്ന തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി തന്റെ പുതിയ ചിത്രം ഏൽപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റ് കമ്പനിയാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഒന്നിലധികം വ്യക്തികൾ പണം മുടക്കി നല്ല സിനിമകൾ വിവിധ ഭാഷകളിൽ, ഏതാണ്ട് തമിഴിൽ ഇപ്പോൾ ആ ട്രെൻഡാണ് എന്ന് തോന്നുന്നു. മലയാളത്തിൽ ഇത് വരികയാണ് ഇപ്പോൾ. പണ്ടൊക്കെ ഒരു നിർമ്മാതാവ് കാശ് മുടക്കി ഞങ്ങളൊക്കെ അഭിനയിച്ച് അയാളെ കൊള്ളം തോണ്ടി ഒരവസ്ഥയിലാക്കുന്ന പ്രവണതയിൽ നിന്നും ദുഃഖങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കാൻ മറ്റഞ്ചാറ് പേരും കൂടെ കിട്ടുന്നു എന്നുള്ളതൊരാശ്വാസമാണ്. അതാണ് ഈ കോർപ്പറേറ്റ് കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാബുലൻസ് എന്റർടൈൻമെന്റ് എന്ന ബാനറിൽ ഒന്നിൽ കൂടുതൽ നിർമ്മാതാക്കളെ ഉൾക്കൊള്ളിച്ച് നല്ല മലയാള സിനിമ നിർമ്മിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തിന്റെ തുടക്കമായാണ് പോസിറ്റീവ് എന്ന ചിത്രം നിർമ്മിച്ചു തുടങ്ങുന്നത്. VK പ്രകാശനാണ് പോസിറ്റീവ് എന്ന ചിത്രത്തിന്റെ സംവിധാന ചുമതല. നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ 4 പേർ അടങ്ങുന്ന ഒരു സംഘത്തിന്റെ കഥയാണ് ചിത്രത്തിൽ. തീരാത്ത പ്രശ്നങ്ങളുമായി അലിയുന്ന ഈ 4 പേർ സംഘത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി എത്തുന്നത് ജയസൂര്യയാണ്. ആ മിമിക്രിക്കാരൻ ഒരു അസിസ്റ്റന്റ് കമ്മീഷൻ ലെവലിലേക്കൊക്കെ വളർന്നു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചു. ആദ്യമായിട്ട് രാജ്മോഹൻ പ്രൊഡ്യൂസർ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് കഥകളെക്കുറിച്ച് പറഞ്ഞു. എസ് എൻ സ്വാമി സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, ഈശ്വര, അദ്ദേഹം എനിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുമോ? അപ്പോൾ പറഞ്ഞു അസിസ്റ്റന്റ് കമ്മീഷണർ. ഞാൻ തീർന്നു. ഞാൻ നിങ്ങളെ പറ്റിച്ചതെല്ലാം ആണോ? ഇല്ല ജയസൂര്യ, എല്ലാം റെഡിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എനിക്കൊന്നും അറിയില്ല കേട്ടോ. പുള്ളി പറഞ്ഞു തമിഴ് കണ്ടിരുന്നു, BKP കണ്ടിരുന്നു, ഞാൻ സാറ് പറഞ്ഞിട്ട് തന്നെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് ഇത് വർക്കൌട്ട് ചെയ്യുന്നത്. ചിത്രത്തിന്റെ കഥയും കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തിയ ചടങ്ങിൽ സിനിമയിൽ 4 പേർ സംഘത്തിന്റെ മനസ്സ് തുറക്കുന്ന ഗാനത്തിന്റെ നൃത്തച്ചുവടുകൾ അവതരിപ്പിക്കപ്പെട്ടു. ഒറ്റ ഷെഡ്യൂളിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിൽ കഥാപാത്രങ്ങളാകുന്നത് സ്കന്ദയും മണിക്കുട്ടനും വാണി കിഷോറും ആയില്ല ജി നായരുമാണ്. ഒട്ടേറെ സൂപ്പർ താര ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ എസ് എൻ സ്വാമിയുടെ പോസിറ്റീവ് ചിന്തയുടെ ഭാഗമായാണ് പോസിറ്റീവ് എന്ന ചിത്രം പിറവികൊള്ളുന്നത്. നമ്മളെല്ലാം പോസിറ്റീവ് തോടെ തന്നെയാണ് തുടങ്ങുന്നത്. വളരെ ചുരുക്കം അൺഫോർച്ചുനേറ്റ്ലി നെഗറ്റീവ് ആകുന്നു. ഇത് ഏതായാലും അങ്ങനെ ആവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പൊതുവെ നോക്കുകയാണെങ്കിൽ അങ്ങയുടെ ചിത്രങ്ങളൊക്കെ സൂപ്പർ താര ചിത്രങ്ങളാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറെക്കുറെ പുതുമുഖങ്ങളും അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് ഉപയോഗിക്കാമോ എന്നറിയില്ല, അങ്ങനെ അല്ലാത്ത ആൾക്കാരെയും വെച്ചിട്ടാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചിന്ത? ഈ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡ്യൂസേഴ്സും ഇല്ലെങ്കിൽ അങ്ങനത്തെ ഡയറക്ടേഴ്സും നമ്മളോട് പറയുമ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട നടന്റെ ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നടൻ അവർക്കുണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു കഥയായിരിക്കും ഉണ്ടാവുക. വളരെ ചുരുക്കമേ അങ്ങനെ ഒരു കഥയുണ്ടാക്കിയിട്ടൊരു ആളെ അന്വേഷിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് വരുമ്പോൾ, ഇതിന്റെ ഡയറക്ടർ വരുമ്പോൾ അവർ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ പേരും പറഞ്ഞില്ല എന്നോട്. അവർ നല്ലൊരു കഥ വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്രീഡവും ചോയ്സും എനിക്ക് തന്നു. അങ്ങനെ കഥയുണ്ടായി. ആ കഥയിൽ സൂപ്പർ സ്റ്റാറോ ഇല്ലെങ്കിൽ സോ കോൾഡ് ഇന്നത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന താരങ്ങളോ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ സിനിമ അങ്ങനെ ഉണ്ടായത്. അത് ആ ഫ്രീഡം എനിക്ക് തന്നതുകൊണ്ടാണ് ഉണ്ടായത്. അല്പം കൂടി വിശദമായിട്ട് ഇറങ്ങിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാണുന്ന പല സൂപ്പർ താരങ്ങൾക്കും ആ സൂപ്പർ താര പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ പേര് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അവരുടെ കാലം കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് മറ്റുള്ള ആൾക്കാർ വരണം എന്നുള്ള ചിന്ത, പോസിറ്റീവ് ചിന്ത ഉണ്ടായിട്ടുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് ഇന്നത്തെ ആരും അത്ര സൂപ്പർ സ്റ്റാറൊന്നുമല്ല. വളരെ ജസ്റ്റ് തുടങ്ങിയ ആൾക്കാരുണ്ട്, 1-2 സിനിമയിൽ അഭിനയിച്ചവരുണ്ട്, സിനിമ അഭിനയിക്കാൻ തുടങ്ങിയവരുണ്ട്, തുടങ്ങാൻ പോകുന്നവരുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ പരിചയപ്പെടുമ്പോൾ ആരും ഇന്നത്തെ സ്റ്റാറുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
ഇത് സൂപ്പർ സ്റ്റാറാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും അവർ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും അങ്ങനത്തെ ഒരു ദുർഘടമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഒന്നോ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മധു സാറും അല്ലെങ്കിൽ നസീർ സാറൊക്കെ അന്നും ഇവർ വരാൻ പോകുന്ന പിൽക്കാലത്ത് സ്റ്റാറാന്ന് തോന്നിയിട്ടില്ല അന്ന്. അത് കഴിഞ്ഞിട്ട് സോമൻ സുകുമാരൻ അവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ജനറേഷൻ വന്നത്, ഇപ്പോഴത്തെ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ജനറേഷൻ. പക്ഷെ അതൊക്കെ ഈ അതിനേക്കാളും വളരെ വലിയ വളർച്ച എത്തിയപ്പോഴാണ് അവരെക്കാളും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നത്. പക്ഷേ അത് നമുക്കങ്ങനെ നമ്മളൊരു വളരെ ഒപ്പമുള്ള യാത്ര ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഡിഫറൻസ് കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്ന സന്ദർഭമേ എനിക്കുണ്ടായിട്ടില്ല. വി കെ പ്രകാശിന്റെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ കുറെ കൂടി ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ് ചിത്രങ്ങളൊക്കെ. ഈ ചിത്രം എങ്ങനെയുള്ളതായിരിക്കും? അങ്ങനെ വല്ലതും അപ്ലൈ ചെയ്യുന്നുണ്ട്? ഞാൻ ഈ വി കെ പ്രകാശിനെ പരിചയപ്പെടുന്നത് ഞാൻ ബോംബെയിൽ ഹരിയാന സാറായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ പുനരധിവാസം എന്നുള്ള സിനിമ, ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ കാണാനിടയിൽ അവിടെ ഒരു സ്റ്റുഡിയോ തിയേറ്ററിൽ. അങ്ങനെ എനിക്ക് അന്ന് ആ പടത്തിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വി കെ പ്രകാശിനെ പരിചയപ്പെട്ടു. അങ്ങനെ പിന്നെ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ വീണ്ടും കാണും. അയാളുടെ ഫ്രീക്കി ചക്ര എന്നുള്ള സിനിമ എറണാകുളത്ത് കാണിച്ചു, അപ്പോൾ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ടു. പക്ഷെ പുള്ളിയൊക്കെ അന്ന് വളരെ പേഴ്സണൽ സിനിമ എടുക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ ഒരു ടേസ്റ്റിനും ഇഷ്ടത്തിനനുസരിച്ച് സിനിമ എടുക്കുന്ന ഒരാളാണ്. അതായത് ചില സിനിമ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, ചിലത് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും പുള്ളിയുടെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ പുള്ളിക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നും ഇന്നും. അപ്പോൾ ഈ സിനിമ ഇങ്ങനെ സിനിമ എഴുതാൻ പുള്ളി അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു ക്രാഫ്റ്റ്സ്മാനാണ്, പക്ഷേ എനിക്കൊരു കമേഴ്ഷ്യൽ സ്റ്റാമ്പില്ല. അപ്പോൾ ഇതൊരു കമേഴ്ഷ്യൽ സ്റ്റാമ്പിന് വേണ്ടിയാണ് സ്വാമിയോട് ഞാൻ ഈ കഥ എഴുതാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യം ഒരു കമേഴ്ഷ്യൽ ഡയറക്ടറായ വി കെ പ്രകാശനല്ല, അത് കമേഴ്ഷ്യലായിരിക്കണം. ഒപ്പം ആ വി കെ പ്രകാശിന്റെ ടെക്നിക്കൽ ബ്രില്യൻസും ഈ സിനിമയിൽ ഉണ്ടാവണം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ടെക്നീഷ്യൻസൊക്കെ അങ്ങനത്തെ ആൾക്കാരെല്ലാവരും വളരെ ഹൈ ക്വാളിഫൈഡും ആ കാര്യത്തിലൊക്കെ വളരെ മുൻപന്തി നിൽക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. തീർച്ചയായും ഒന്ന് ചോദിച്ചോട്ടെ, മറ്റുള്ള സംവിധായകരുടെയും തിരക്കഥാകൃത്തിൻ്റെയും ഒക്കെ സിനിമ ഇറങ്ങി എത്ര ദിവസത്തിനുള്ളിൽ താങ്കൾ കാണാനുണ്ട്? ചില സിനിമകൾ ആദ്യ ദിവസം കാണും, ചില സിനിമകൾ കണ്ടിട്ടില്ല, ചില സിനിമ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഡേ കണ്ട സിനിമ വളരെ കുറവാണ്. സിനിമ കണ്ടതിന് ശേഷം എന്തായിരിക്കും താങ്കളുടെ മാനസിക? അങ്ങനെ ഞാൻ വലിയൊരു അനലൈസറല്ല. അതിൽ സാധാരണ ഞാൻ എഴുതിയൊന്നും മറക്കില്ല പതിവ്.